ഓയിലില്ലാണ്ട് ഓടി എഞ്ചിൻ സൗണ്ടായി വന്ന വണ്ടി കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കവറൊന്ന് ജസ്റ്റ് അഴിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആ ഒരു ഹെഡിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. അതിൻ്റെ ഈ ഒരു കവറൊക്കെ കണ്ടോ, ഈ കവറിൽ നിന്നൊക്കെ നമുക്ക് ഇതുപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജെല്ല് രൂപത്തിൽ നമുക്ക് ഇതിൽ നിന്ന് ഓയിൽ കിട്ടും കണ്ടോ. അപ്പോൾ നമ്മളിതിൽ എഞ്ചിൻ ഓയിൽ ഊറ്റുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇതിലൊരു 100 ml ഓയിൽ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അത്രയ്ക്കും ഓയിൽ കമ്മിയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ടൈമിന് ഓയിൽ മാറ്റാണ്ട് വണ്ടി പരമാവധി ആ ഒരു ഓയിലും വെച്ച് ഓടിയിട്ടാണ് ഈ ഒരു അവസ്ഥ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഓയിൽ ഒഴിക്കുമ്പോൾ എത്രയാണ് നമ്മൾ ആ ഒരു ഓയിലിൻ്റെ കിലോമീറ്റർ പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കിലോമീറ്ററിന് കറക്റ്റായിട്ട് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത്തരത്തിൽ ചില കേസുകളിൽ അവർ പറയാറുണ്ട് ഓയിൽ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് തൽക്കാലം നമുക്കൊന്ന് സെറ്റാക്കി തരാൻ പറ്റുമെന്ന്. നമ്മളിതിൽ പുതിയ ഓയിൽ ഒഴിച്ചു എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ ഇതിൽ ചെറിയ ചെറിയ ഹോൾസിലൂടെയാണ് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളെ ഈ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ വരുന്നത്. അതിപ്പോൾ ഇത്തരത്തിലുള്ള ഓയിലാണ് നമ്മൾ ഈ ഒരു എഞ്ചിൻ്റെ അകത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു എഞ്ചിൻ്റെ ഹെഡിലോട്ട് വരുന്ന ആ ഒരു ഓയിൽ വരുന്ന വഴിയും കാര്യങ്ങളൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുതിയ ഓയിൽ ഇതിൽ ഒഴിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബാക്കി വരുന്ന നല്ല പാർട്സുകളും കൂടിയും കംപ്ലൈൻ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്.